ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റണ്ണിങ് വിത്ത് വേവ് ആണ്. ഇത് 3ാമത്തെ ക്ലാസ് ആട്ടോ. അപ്പോൾ ഇതിന് മോട്ടീഫിൽ ഇതേപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. റണ്ണിങ് വിത്ത് വേവ് എന്ന് ഹെഡിങ് കൊടുക്കാം കേട്ടോ. ഇന്നലെ റണ്ണിങ് വിത്ത് വിപ്പിടാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് റണ്ണിങ് വിത്ത് വേവ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ആദ്യം തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതേപോലെ കുത്തിയെടുക്കാം. അപ്പം മുകളിൽ നിന്ന് താഴത്തേക്കാണ് കേട്ടോ കുത്തിയെടുക്കേണ്ടത്. ഇന്നലെ നമ്മൾ റണ്ണിങ് വിത്ത് വിപ്പിട് ചെയ്തത് താഴെ നിന്ന് മുകളിലേക്കാണ്. ഇന്ന് നേരെ തിരിച്ച് മുകളിൽ നിന്ന് താഴേക്കാണ് റണ്ണിങ് വിത്ത് വേവ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അങ്ങ് അറ്റം വരെ ചെയ്ത് കൊടുക്കാം. ഇതാണ് റണ്ണിങ് വിത്ത് വേവ്. ഇതൊരു ഔട്ട്ലൈൻ സ്റ്റിച്ചിങ് ആട്ടോ. പിക്ചറുകളുടെയൊക്കെ ഔട്ട്ലൈൻ കൊടുക്കാൻ പറ്റിയൊരു സ്റ്റിച്ചിങ് ആട്ടോ അത്. അപ്പോൾ നമുക്ക് ഇത് വേറെ ഒരു പിക്ചറിലേക്ക് ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നല്ല റണ്ണിങ് സ്റ്റിച്ച് ആദ്യം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ വേറൊരു കളർ എടുത്തിട്ട് നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് തന്നെ കുത്തി കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. വീഡിയോ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാനിതൊരു ഫാഷൻ ഡിസൈനിൻ്റെ ക്ലാസ്സാണ് ഇതിലെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എംബ്രോയ്ഡറി സ്റ്റിച്ചിങ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടൊരു റണ്ണിങ് വിത്ത് വേവ് സ്റ്റിച്ചിങ് കൂടെ പൂർത്തിയായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള കളർ വെച്ചിട്ടാട്ടോ ഞാനത് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നല്ല നല്ല കളറുകളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ അതനുസരിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.